ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഈ ചർച്ച തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ സേനാപതി വേണുവാണെങ്കിലും ഹസ്കർ ആണെങ്കിലും ഇരുവരും സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഈ രാഷ്ട്രവിഭജനത്തിന് അടിത്തറ പാകിയത് ഹിന്ദു മഹാസഭ പോലെയുള്ള സംഘടനകളാണ് എന്നുള്ളതാണ്. ഇതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? നോക്കൂ, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പുസ്തകങ്ങളെ പറ്റി നമ്മൾ കൃത്യമായി മനസ്സിലാക്കാതെ, ഇവരുടെ വാദഗതികളെ പൂർണ്ണമായി മനസ്സിലാക്കാതെയാണ് ഈ ഇയർലി കൺക്ലൂഷൻസിലേക്ക് നമ്മൾ പലപ്പോഴും എത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്ന 1923 വന്നിരിക്കുന്ന സവർക്കറുടെ ഹിന്ദുത്വ എന്ന പുസ്തകമാണെങ്കിലും, എനിക്ക് തോന്നുന്നു 1939 മറ്റാണ് വന്നിരിക്കുന്ന ഗോൾവൾക്കറുടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന പുസ്തകമാണെങ്കിലും ഒക്കെ തന്നെ അതിനെ തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. കാരണം ഇവിടെയുള്ള ഒരു പൊളിറ്റിക്കൽ ഡോമിനന്റ് മെജോറിറ്റി എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു റിയാലിറ്റി ചെക്ക് അതിലുണ്ട്. അതിനെക്കുറിച്ച് ഈ രണ്ട് പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു ടു നേഷൻ തിയറി ഉണ്ടാകണമെന്നോ ഇന്ത്യ വിഭജിക്കപ്പെടണമെന്നോ ഈ പുസ്തകങ്ങളിൽ രണ്ടും പറയുന്നില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അജണ്ട ഉണ്ട് എന്ന രീതിയിലത്തേക്ക് അതിനെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇനി അഥവാ ആരെങ്കിലും, ഇപ്പോ സവർക്കറോ ഗോൾവൾക്കറോ ആരെങ്കിലും ആയിക്കോട്ടെ, അവരൊക്കെ തന്നെ ഒരു ടു നേഷൻ തിയറി വേണം എന്നുള്ള വാദത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, അവരുടെ ആ വാദം കൊണ്ടാണോ ആ വിഭജനം നടന്നത്? വിഭജനം നടക്കുന്നതിന് കാരണം എന്താണ്? വിഭജനം നടക്കുന്ന സമയത്ത് വിഭജനം നടത്തിക്കൊടുത്ത ആൾക്കാർ അത് ആരോടൊക്കെയാണ് അതിനെപ്പറ്റി അഭിപ്രായം ചോദിച്ചത്? ആരാണത് വോട്ടിനിട്ട് പാസ്സാക്കിയിരിക്കുന്നത്? അതായത് ഞാൻ പറയുന്നത്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട മെൻ ഓഫ് സ്റ്റാൻഡിങ് ആരായിരുന്നു? അത് ഇവിടുത്തെ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിംഗിൽ പാർട്ടീഷൻ വേണോ വേണ്ടയോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിൽ കൈപൊക്കുന്ന നേതാക്കന്മാരുടെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം ഹൊമായി വ്യാരവാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയതാണ്. ഫോട്ടോഗ്രാഫർമാർക്ക് സ്ട്രിക്ട്ലി പ്രവേശനം അനുവദിക്കാതിരുന്ന കോൺഗ്രസിന്റെ മീറ്റിംഗിൽ അവർ പ്രവേശിച്ചതിന് ശേഷം ഒരു ഡെസ്കിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് അവർ പകർത്തിയിരുന്ന ഫോട്ടോയാണ് പിന്നീട് ഇത് പുറത്തു വന്നിരിക്കുന്നുണ്ട്. അതിൽ പാർട്ടീഷൻ വേണോ വേണ്ടയോ എന്ന് ചോദിക്കുന്ന സമയത്ത് കൈ പൊക്കിക്കൊണ്ട്, വിരല് പൊക്കിക്കൊണ്ട് മുൻനിരയിൽ ഇരിക്കുന്ന ഒരാളിന്റെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. അദ്ദേഹത്തിന് അടുത്തിരിക്കുന്ന ആളിന്റെ പേര് രാജേന്ദ്ര പ്രസാദ് എന്നാണ്. പിൻനിരയിൽ ഇരിക്കുന്ന ആളിന്റെ പേര് ഗോവിന്ദ് വല്ലഭ പന്ത് എന്നാണ്. അപ്പൊ ഇതെല്ലാം കോൺഗ്രസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ആരുടെ വായിലേക്ക് നമ്മൾ ഇതിന്റെ ഉത്തരവാദിത്വത്തിനെ കൊണ്ടുവന്ന് തിരികെ കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീരുമാനം എടുക്കുന്നതും, ഇപ്പൊ നിയമനിർമ്മാണം നടക്കുന്നത് ബ്രിട്ടനിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ ഇവിടെ അംഗീകരിക്കുന്നത് വരുന്നതും ഇവിടെ നിന്നാണ്, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മറ്റൊരാളിന്, അതായത് നിങ്ങൾ ഈ പറയുന്നത് പോലെ സ്വാതന്ത്ര്യ സമരത്തിൽ RSSന് എന്താണ് പങ്കെന്നാണ് അല്ലാത്ത സമയത്തെല്ലാം ചോദിക്കുന്നത്. പക്ഷെ ഈ ഒരു വിഷയം വരുന്ന സമയത്ത് ഇവർ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ രാജ്യം വിഭജിച്ചത് എന്ന രീതിയിലത്തേക്കാണ് ഇവർ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞത് അവിടെയാണ് അതിന്റെ പ്രശ്നം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇതിൽ പറയുന്ന വാദങ്ങളൊക്കെ ഈ ഒരു ദിവസത്തിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കുറേയധികം മുഖമില്ലാത്ത പേരില്ലാത്ത മനുഷ്യരാണ് ഇതിന്റെ കുരുതിക്കെല്ലാം തന്നെ ഇരയാക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഓർക്കുകയാണ്. അവരെ ഓർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ് പ്രശ്നം? അപ്പൊ അത് ഉടനെ തന്നെ ഒരു മതവിദ്വേഷം ഉണ്ടാക്കുമെന്നോ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ നമ്മൾ മോശമായി കാണുന്നതിനൊക്കെ തന്നെ ചിന്തിക്കുമെന്നോ, വർഗീയതയ്ക്ക് കാരണമാകുമെന്നൊക്കെ തന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്നത്? ഇപ്പൊ ലോകത്ത് ഒരു 2 ഡസനിലധികം യൂറോപ്യൻ രാജ്യങ്ങൾ നിരന്തരമായിട്ട് ആചരിക്കുന്ന, മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു ജനുവരി 27 മറ്റോ ആണ്, അതല്ലാതെ മറ്റു പല ദിവസങ്ങളിലും അതാത് രാജ്യങ്ങൾക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളിലും ആചരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹോളോകോസ്റ്റ് റിമെമ്പറൻസ് ഡേ ആണ്. അതായത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചരിത്രത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ, റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യക്കുരുതിയാണ്, ജനസൈഡാണ് ഹോളോകോസ്റ്റ്. അഡോൾഫ് ഹിറ്റ്ലർ നടത്തിയിരിക്കുന്ന നാസികളുടെ കൂട്ടക്കൊല. അപ്പൊ അതിന് വിധേയരായിരിക്കുന്ന ജൂതന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു 24 രാജ്യങ്ങളെങ്കിലും യൂറോപ്പിൽ കൃത്യമായിട്ട് ഈ ദിനം ആചരിക്കുന്നുണ്ട്, ജർമ്മനിയിൽ ഉൾപ്പെടെ. അപ്പൊ അങ്ങനെ ഇത് ആചരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ജൂതന്മാരെ മോശമായിട്ട് കാണണമെന്നതിന് അർത്ഥമുണ്ടോ? അതോ ജർമ്മനിക്കാരെ നമ്മൾ മോശമായിട്ട് കാണണം എന്നുള്ള അർത്ഥമുണ്ടോ? അതൊന്നും അല്ല അതിന്റെ അർത്ഥം. മറിച്ച് നമ്മൾ ഇന്ന് നേടിയിരിക്കുന്ന, നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന സ്വാതന്ത്ര്യവും ഇന്നത്തെ ഒരു സോഷ്യൽ ഓർഡറും അത് നിലനിർത്തുന്നതിന് കാരണമായിട്ടുള്ള കുറേയധികം സ്ട്രഗിൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നും, അന്ന് അതിനു വേണ്ടിയിട്ട് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന കുറേയധികം പേരും മുഖവും ഇല്ലാത്ത മനുഷ്യരുണ്ട് എന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതിൽ നിന്നുള്ള ഒരു ഊർജം സ്വീകരിച്ചിട്ടാണ് പിന്നീടുള്ള പീസ്ഫുൾ സംഘടനകൾ ഉണ്ടായിട്ടുള്ളത്, UN ഉൾപ്പെടെയുള്ള സംഘടനകൾ. ഇപ്പൊ ഇതിൽ കോൺഗ്രസ് നേതാവാണ് ശ്രീ സേനാപതി വേണു. അദ്ദേഹം തന്നെ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഈ ഒരു ദിവസം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുമെന്ന രീതിയിലോ ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്നൊക്കെയാണ്. ഞാൻ പറയുന്നത് 20 വർഷങ്ങൾക്ക് മുമ്പാണ് യുണൈറ്റഡ് നേഷൻസ് ഔദ്യോഗികമായിട്ട് എല്ലാ വർഷവും ജനുവരി മാസം 27-ാം തീയതി ഹോളോകോസ്റ്റ് ഹൊറോഴ്സ് റിമെമ്പറൻസ് ഡേ ആയിട്ട് ആചരിക്കണമെന്ന് തീരുമാനിക്കുന്നത്.
ആ തീരുമാനമെടുക്കുന്ന സമയത്ത് അന്ന് അതിനെക്കുറിച്ച് സംസാരിച്ച് അതിന്റെ പിറ്റേ വർഷത്തിൽ സംസാരിച്ച ആള് തിരുവനന്തപുരം എം ആണ്, കോൺഗ്രസ് നേതാവായിട്ടുള്ള ശശി തരൂരാണ്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? ഇങ്ങനെ ഒരു തീരുമാനം അംഗരാജ്യങ്ങൾ എടുക്കുകയാണ്, 191 അംഗരാജ്യങ്ങൾ ഇവിടെയുണ്ട്, നമ്മൾ ഈ എടുത്തിരിക്കുന്ന തീരുമാനം ചരിത്രപരമാണ് എന്നാണ്, അത് ഏറ്റവും തികച്ചും ഉചിതമായിട്ടുള്ള കാര്യമാണ് എന്നാണ്, ഈ വംശഹത്യയുടെ ആശസ്സിൽ നിന്നാണ് UN ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ലോകം വിദ്വേഷം മൂലം ചുരുങ്ങി ഇല്ലാതെയാകുന്നു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നുവെന്നും അത് നമ്മൾ മറക്കാൻ പാടില്ല എന്നും അതിൽ നിന്ന് നമ്മൾ പിന്നീടുള്ള പോസിറ്റീവ്സിനെ എടുത്ത് നമ്മൾ ഭാവി കാലത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാം എന്നുള്ളതാണ്.